ഇപ്പോൾ ഈ യുദ്ധങ്ങളുടെയൊക്കെ ഒരു ചർച്ച ഉയർന്നു വന്ന ഘട്ടത്തിൽ സമീപകാലത്ത് ഈ യുദ്ധവിരുദ്ധ നിലപാടെന്നുള്ള രീതിക്ക് ഏറ്റവും ശ്രദ്ധേയമായിട്ട് ഉയർന്നു വന്നൊരു നിലപാടായിരുന്നു എം സ്വരാജ് പറഞ്ഞിട്ടുള്ളൊരു നിലപാട്. അതായത് മിസൈലുകൾ നമ്മുടെ സ്വന്തം വീടിൻ്റെ മേൽക്കൂര തേടി വരുന്നതുവരെ യുദ്ധം എന്ന് പറയുന്നത് അതിർത്തിയിൽ നടക്കുന്ന ഒരു ആഘോഷമാണെന്നും നമ്മുടെ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്നതുവരെ യുദ്ധം ആസ്വദിക്കുന്നവരെ കാലം തിരുത്തട്ടെ എന്നും പറഞ്ഞിട്ടുള്ളൊരു ആ ഒരു രീതിക്കുള്ളൊരു ഒരു ഒരു പ്രസ്താവന സ്വരാജ് നടത്തിയിരുന്നു. ഇപ്പോൾ ഇന്നലെ ഖത്തറിലെ അമേരിക്കയുടെ താവളമായിട്ട് അൽ ഉദൈദിൻ്റെ നേരെ നടന്ന ആ ഒരു ഇറാൻ ആക്രമണത്തിന് ശേഷം സോഷ്യൽ മീഡിയയിൽ മലയാളികളുടെ ഒരു വലിയ രീതിക്കുള്ളൊരു വൈകാരികത, ആശങ്കപ്പെടുത്തുന്ന പല പ്രതികരണങ്ങളും, പ്രത്യേകിച്ചും ഖത്തറിലെ പ്രവാസി മലയാളികളുടേതായിട്ടുള്ള പല പ്രതികരണങ്ങളും നമ്മൾ കണ്ടു. അപ്പോൾ ഒരു നമ്മുടെ മുറ്റത്തേക്ക് യുദ്ധം എത്തുമ്പം നമുക്കുണ്ടാവുന്ന ഒരു ആശങ്കയും ഒരു ആകുലതയൊക്കെ വളരെ പ്രകടമാവുന്ന രീതിക്കായിരുന്നു. ഇന്നലെ ഇറാൻ നടത്തിയ ഒരു ആക്രമണം ഒരു ജനവാസ മേഖലയായിട്ടല്ലെങ്കിൽ പോലും നമുക്കിവിടെ വന്ന വാർത്തകൾ ദോഹയിൽ ഇറാൻ ആക്രമണം നടത്തിയെന്നുള്ള രീതിക്കാണ്. സ്വാഭാവികമായിട്ടും വളരെയേറെ മലയാളി പ്രവാസികളുള്ള ഒരു സ്ഥലമാണ് ഖത്തർ. അപ്പോൾ ആ അർത്ഥത്തിൽ നമ്മുടെ വീടിൻ്റെ മുറ്റത്തേക്ക് യുദ്ധം എത്തിക്കഴിഞ്ഞപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന ആ ഒരു യുദ്ധം നമ്മൾ എങ്ങനെയാണോ കണ്ടിരുന്നത്, നമ്മുടെ ഒരു പ്രോസ്പെക്റ്റീവ് പെട്ടെന്ന് ഇന്നലെ മലയാളികളുടെയെങ്കിലും ചേഞ്ച് ആയി എന്നുള്ളത് ഈ ഒരു നമുക്ക് ഈ ഇറാൻ ഇസ്രായേൽ സംഘർഷമായിട്ട് ചേർത്ത് വായിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ ഒരു സമയത്ത് ഇന്നലെ ഈ പ്രവാസ ലോകം അത്തരത്തിൽ ആശങ്കപ്പെട്ടത് ഒരു പക്ഷേ ഈ 1990കളിൽ നടന്ന കുവൈറ്റ് ഇറാഖ് യുദ്ധത്തെയോ അല്ലെങ്കിൽ അതിനുശേഷം നടന്ന അമേരിക്കയുടെ ഇറാഖ് അധിനിവേശത്തെയൊക്കെ ആളുകൾ ഓർക്കുന്നുണ്ടായിരിക്കും. കാരണം ആ സമയത്ത് വലിയ രീതിക്ക് പ്രവാസി മലയാളികളെ സംബന്ധിച്ച് ഇപ്പോഴും ആളുകൾ ഓർക്കാൻ ആഗ്രഹിക്കാത്ത ഒരു കാലഘട്ടമാണത്. വലിയ രീതിക്ക് ആളുകൾക്ക് പ്രവാസികൾക്ക് ഇങ്ങോട്ട് മടങ്ങി വരേണ്ടി വന്നു. അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ പെട്ടെന്ന് വലിയ മാറ്റം വന്നു, ജോലി നഷ്ടപ്പെട്ടു. അത്തരത്തിൽ വലിയ പ്രതിസന്ധിയിട്ട് പ്രവാസികളെ നയിച്ച ഒരു കാലയളവായിരുന്നത്. അപ്പം അത് നമ്മൾ യുദ്ധം നടന്നതന്ന് കുവൈറ്റും ഇറാനും തമ്മിലോ കുവൈറ്റും ഇറാഖും തമ്മിലോ അല്ലെങ്കിൽ അമേരിക്കയും ഇറാഖും തമ്മിലോ ആണെങ്കിലും അതിൻ്റെ ഒരു പരോക്ഷമായിട്ടുള്ള പരോക്ഷമല്ല, പ്രത്യക്ഷമായിട്ട് തന്നെ അതിൻ്റെ അതിൻ്റെ ഒരു നഷ്ടം അഭിമുഖീകരിച്ചൊരു ജനതയായിരുന്നു അന്നത്തെ പ്രവാസി മലയാളികൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ യുദ്ധം നമ്മുടെ വീടിൽ നിന്നോ നമ്മുടെ കേരളത്തിൻ്റെ ഈ ടെറിട്ടറിക്ക് എത്രയോ ദൂരം അകലെയാണ് നടക്കണമെങ്കിൽ പോലും ഈ യുദ്ധം നമ്മളെയും നമ്മുടെ വീട്ടുമുറ്റത്തെയും നമ്മുടെ വീട്ടിൻ്റെ അകത്തെയൊക്കെ വളരെ ബാധിക്കും എന്നുള്ള ഒരു വലിയ ഒരു അപകട സാധ്യതയാണ് ഇന്നലെ ദോഹ ആക്രമിച്ചു എന്നുള്ള, ദോഹയിൽ ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയെന്നുള്ള വാർത്തയ്ക്ക് പിന്നാലെ നമുക്ക് കാണാൻ പറ്റിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ഈ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്നത് സ്വരാജിൻ്റെ ആ ഒരു യുദ്ധത്തെ പറ്റിയിട്ടുള്ള ആ ഒരു വിലയിരുത്തലാണ്. ആ വിലയിരുത്തൽ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ യുദ്ധം എന്നുള്ളത് എന്താ പറയുക, അത്തരത്തിൽ യുദ്ധവിരുദ്ധ നിലപാടിൻ്റെ ഒരു പ്രസക്തിയും കൂടി അത് എത്രമാത്രം നമുക്ക് പരിചയമില്ലാത്തൊരു ഭൂഖണ്ഡത്തിലോ പരിചയമില്ലാത്തൊരു സ്ഥലത്താണ് യുദ്ധം നടക്കണമെങ്കിൽ പോലും ആ യുദ്ധത്തിൻ്റെ ദുരന്തം ഏതെങ്കിലുമൊക്കെ അർത്ഥത്തിൽ നമ്മുടെ വീട്ടുമുറ്റത്തേക്കൂടെ കൂടി വരുമെന്നുള്ളൊരു സൂചനയും കൂടി ഇന്നലെ ഇറാൻ്റെ ഒരു ഖത്തർ ആക്രമണം നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ മിഡിൽ ഈസ്റ്റ് ശാന്തമായിരിക്കും. മിഡിൽ ഈസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികളെ സംബന്ധിച്ച് മലയാളികളുടെ ഒരു പ്രവാസ ജീവിതത്തിൻ്റെ ഒരു വലിയ അളവിലുള്ള മലയാളികൾ അധിവസിക്കുന്ന പ്രദേശങ്ങളാണ് ഈ മിഡിൽ ഈസ്റ്റ്. അപ്പോൾ മിഡിൽ ഈസ്റ്റിലുണ്ടാവുന്ന എല്ലാ സംഘർഷങ്ങളും ഈ വലിയ രീതിക്ക് കേരളത്തെയോ നമ്മുടെ വീടകങ്ങളെയൊക്കെ ബാധിക്കും എന്നുള്ള ഒരു വലിയൊരു ആശങ്കയും കൂടി ഇന്നലെ ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളിതുമായിട്ട് ചേർത്ത് പറയേണ്ട ഒരു ഇറാൻ ഇസ്രായേൽ സംഘർഷമായിട്ട് ചേർത്ത് പറയേണ്ട ഇപ്പോൾ ഇസ്രായേലിലും മലയാളികളുണ്ട്, ഇറാനിലും മലയാളികളുണ്ട്, ലോകത്ത് എല്ലായിടത്തും മലയാളികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്കറിയാം ഉക്രൈൻ റഷ്യ യുദ്ധം നടന്നപ്പം ഉക്രൈനിൽ നിന്ന് ഒരുപാട് മലയാളി വിദ്യാർത്ഥികൾ അവരുടെ പഠനമൊക്കെ ഉപേക്ഷിച്ച് പോരേണ്ടി വന്നു. ഇറാനിൽ സമാന സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ലോകത്ത് എവിടെ യുദ്ധം നടന്നാലും അത് നമ്മളെയും കൂടി ബാധിക്കുന്നതാണെന്നുള്ളൊരു തിരിച്ചറിവിൻ്റെ ഒരു സാധ്യതയും കൂടി ഇന്നലത്തെ ഖത്തറിൽ നടന്ന ആക്രമണം തുറന്നു വന്നിട്ടുണ്ട്.